ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചീര നടുന്നതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് അടിവളം കൊടുക്കാനായിട്ട് കുറച്ച് കരിയില ആവശ്യമുണ്ട്. ഉണക്ക കരിയില നമ്മൾ നടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അരിപ്പ പോലുള്ളൊരു പാത്രമാണ്. അതിനകത്ത് കുറച്ച് കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഈ കരിയില ചേർക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും വളം ഉണ്ടെങ്കിൽ അടിവളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ വേറെ വളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കരിയില മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ തനിയെ കിളിച്ച് വന്നതാണ് കേട്ടോ. ഒരു ചീര മുന്നേ വിത്തങ്ങൻ്റെ തറയിൽ വീണിട്ട് കിളിച്ചതാണ്. അപ്പോൾ അത് നമ്മളവിടെ നട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് കുറച്ച് സ്ഥലം നമ്മൾ ഒന്ന് മണ്ണൊക്കെ കിളച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ഈ വിത്തുകളൊക്കെ ഒന്ന് തൈകളാവുന്ന സമയത്ത് നടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തുനിന്ന് നമ്മൾ കുറച്ച് മണ്ണ് ഒന്ന് കിളച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കരിയിലയുടെ മുകളിലായിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. എപ്പോഴും നമ്മൾ തറയിൽ വിത്തുകൾ പാവുന്നതിനെക്കാട്ടി നല്ലതാണ് ഇതുപോലെ എന്തെങ്കിലും ഒരു ചെടിച്ചട്ടിയിലോ എന്തിലായാലും ഗ്രോ ബാഗിലോ ഒക്കെ നമുക്ക് ഇതുപോലെ നമ്മുടെ ഇഷ്ടാനുസരണം എടുത്തിട്ടൊന്ന് അതിനെ കുറച്ച് വളങ്ങളൊക്കെ ചെയ്തിട്ട് വിത്തുകൾ പാവുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്കിവിടെ ഇപ്പോൾ ഉള്ളത് കോഴിവളമാണ്. അപ്പോൾ കോഴികൾ ഉള്ളതുകൊണ്ട് കോഴിവളം ഇപ്പോൾ നമുക്ക് ഒത്തിരി നമ്മുടെ എല്ലാ കൃഷികൾക്കും നമ്മൾ അത് തന്നെയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. മഴക്കാലം ആയാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല. കോഴിവളം തന്നെ ഇട്ടിട്ട് മണ്ണ് വെട്ടിക്കൂട്ടിയിട്ടാൽ മതി. ഒരുപാട് ഇടരുത്, ഒരു അകലെ കൂട്ടിയിട്ട് വേണം കേട്ടോ നമ്മൾ കോഴിവളം ഇടാൻ. മഴക്കാലം ആയാലും ഒരുപാട് ചേർത്തിടാതെ നമ്മൾ എന്ത് കൃഷി ചെയ്താലും കുറച്ച് അകലത്തിലോട്ട് ഇട്ടിട്ട് മണ്ണ് വെട്ടിയിട്ടാൽ മതിയാകും. അപ്പോൾ പിന്നെ നമ്മൾ വളം മേടിച്ച് ചുമ്മാ പൈസ കളയണ്ട. നല്ലതാണ് കേട്ടോ കോഴിവളം കൊടുക്കുന്നത്. പിന്നെ ആടിൻ്റെയൊക്കെ വേസ്റ്റ് അതുപോലെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതും നല്ലതാണ്. അപ്പോൾ ഇതിനകത്ത് പിന്നെ നമ്മൾ ചീരയുടെ വിത്ത് വേർതിരിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ചീരയുടെ വിത്തൊന്ന് വേർതിരിച്ചെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ കോഴിവളം ഇപ്പോൾ കൊടുക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ ഒന്ന് വിത്തൊക്കെ ഒന്ന് വലുതായി വന്നതിന് ശേഷമാണ് കോഴിവളം ചെയ്യുന്നത്. നമുക്കല്ലാത്ത പിന്നെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും വളങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചാണകപ്പൊടിയോ ചാണകപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നടുമ്പോൾ തന്നെ കുറച്ച് കരിയിലയുടെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കോഴിവളം പിന്നെ ഉപയോഗിച്ചാൽ മതിയാകും. ഇപ്പം ചൂടാണ്, മഴ ഉണ്ടെങ്കിൽ പോലും നമ്മൾ വിത്തുകൾ ഇടുന്ന സമയത്ത് അത് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കരിയില വളത്തിൽ തന്നെ അത് നമ്മൾ ഒന്ന് കിളിർപ്പിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളത് ചെയ്തു കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ ചീരയുടെ വിത്തൊക്കെ ഒന്ന് മാറ്റി എടുത്ത് വേർതിരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നമ്മളിതൊന്ന് പാറ്റിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒന്ന് പാറ്റിയെടുത്താലേ അതൊന്ന് വൃത്തിയായിട്ട് ആ ചീരയുടെ വിത്ത് മാത്രമായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ നമ്മുടെ വാഴയുടെ ചൂട്ടിലോട്ട് നിന്നൊന്ന് പാറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വിത്തുകളൊക്കെ വീഴുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് കിളിർത്ത് വരട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ എടുത്തിട്ടുള്ള വിത്തുകൾ നമ്മളിപ്പോൾ മണ്ണ് നിറച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ട് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സൈഡിലോട്ട് കിട്ടത്തക്ക രീതിയിലൊന്ന് കറക്കി ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ ബാക്കി അതിൽ വന്നത് നമ്മൾ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡിലോട്ടായിട്ട് ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണ് എടുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഈ ഒരുപാട് നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളം വീഴുന്നിടത്തൊന്നും വെക്കരുത്. കുറച്ച് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഭയങ്കരമായിട്ട് വെള്ളം വീഴുന്ന സ്ഥലത്തൊക്കെ ആകുമ്പോൾ ഇതങ്ങ് വിത്തുകൾ തെറിച്ച് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉള്ളിടത്ത് നമ്മളിത് വെക്കാതിരിക്കുക. അപ്പോൾ പിന്നെ കൂടുതൽ വെയിലുള്ളിടത്ത് നമ്മളതങ്ങനെ വെക്കരുത്. ഒരു അത്യാവശ്യം തണലത്ത് വേണം കേട്ടോ വെക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. വിത്തുകൾ കിളിക്കട്ടെ, പുതിയ വീഡിയോ നമ്മൾ ഇടുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ മുളക് തൈകളാണ് കേട്ടോ. ഇത് നമ്മൾ ഇതുപോലെ തന്നെ വിത്തുകൾ കൊണ്ടുവന്ന് നട്ടിട്ട് കിളിർത്ത സമയത്ത് മാറ്റി നട്ടതാണ് കേട്ടോ. ഇത് ഒരു നീല കളറിലെ മുളകുകളാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ മുളകുകൾ കാണാനായിട്ട്. നമുക്കൊരു മുളക് വിത്ത് കിട്ടിയതാണ്. അപ്പോൾ നമ്മളത് കൊണ്ടുവന്ന് നട്ടു. പക്ഷേ ഒരുപാട് തൈകളുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് പേർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞാനിവിടെ കുറച്ച് നട്ടതാണ് കേട്ടത്. അപ്പോൾ കോഴിയെ തുറന്ന് വിടുന്ന സമയത്തൊക്കെ ഇത് വന്ന് കൊത്തിയൊക്കെ കഴിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ മുളകൊക്കെ പിടിക്കേണ്ടുള്ള ടൈമൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നീട് ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങിയതിന് ശേഷം പിന്നെ കോഴികളെ തുറന്നു വിട്ടാലും നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കേട്ടോ ഇത് ഇപ്പോൾ നല്ല രീതിയിൽ ഒന്നും കൂടി നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ കോഴിവളം തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ അടിവളമായിട്ട് പറഞ്ഞ രീതിയിൽ കരിയില വളവും അതുപോലെ അതേ സമയത്ത് കുറച്ച് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചാണകപ്പൊടിയൊക്കെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ നല്ല ആരോഗ്യമുള്ള തൈകൾ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് ഫോർ വാച്ചിങ് വീഡിയോസ്.